1992 ഫസ്റ്റ് ബെൽ എന്ന സിനിമയ്ക്ക് കഥ എഴുതിയാണ് ബെന്നി പി നായരമ്പലം സിനിമയിലെത്തിയത്. തിരക്കഥാകാരനാകുന്നത് 93. ചിത്രം കൗശല. പിന്നീട് അങ്ങോട്ടൊരു കുത്തൊഴുക്കായിരുന്നു. ആകാശഗംഗ, നാറാണത്ത് തമ്പുരാൻ, കല്യാണരാമൻ, കുഞ്ഞിക്കൂനൻ, ചാന്തുപൊട്ട്, തൊമ്മനും മക്കളും, പോത്തൻ വാവ, ചോട്ടാ മുംബൈ, ലോലിപോപ്പ്, അണ്ണൻ തമ്പി, ചട്ടമ്പിനാട്, മേരിക്കുണ്ടൊരു കുഞ്ഞാട്, സ്പാനിഷ് മസാല, സൗണ്ട് തോമ, വെൽക്കം ടു സെൻട്രൽ ജയിൽ, വെളിപാടിൻ്റെ പുസ്തകം, ഇങ്ങനെ എത്രയെത്ര ഹിറ്റ് ചിത്രങ്ങളാണ് അദ്ദേഹത്തിൻ്റെ തൂലികത്തുമ്പിൽ നിന്നും വാർന്നു വീണത്. ഇപ്പോഴിതാ അണ്ണൻ തമ്പി എന്ന ചിത്രത്തിൻ്റെ പിറവിക്ക് പിന്നിലെ കഥ പറയുകയാണ് ബെന്നി. ഒരു പടം കഴിയാതെ മറ്റൊരു പടത്തെക്കുറിച്ച് താൻ ആലോചിക്കാനേ പോയില്ലെന്നാണ് ബെന്നി പറയുന്നത്. ഒരു പടം ഇറക്കി സക്സസ് ആയി എല്ലാ കാര്യങ്ങളും എൻജോയ് ചെയ്തതിന് ശേഷം ഫ്രീ മൈൻഡിലെ അടുത്ത പരിപാടി ആലോചിക്കൂ. ഇക്കാര്യം മമ്മൂട്ടിക്കും അറിയാം. അടുത്ത കഥ ആലോചിക്കുന്നില്ലേ, മടി പിടിച്ച് ഇരിക്കുവാണോ എന്ന് അദ്ദേഹം വിളിച്ചു ചോദിക്കും. ഓ, താനിനി പോസ്റ്ററും കൂടി ഒട്ടിച്ചല്ലേ അടുത്ത പരിപാടി ആലോചിക്കൂ എന്ന് അദ്ദേഹം കളിയാക്കാറുണ്ടെന്നും ബെന്നി ഓർക്കുന്നു. ഒരു ദിവസം കണ്ടപ്പോൾ ബെന്നി ചോദിച്ചു, മമ്മൂക്കയെ വെച്ച് ഇനി എന്ത് കഥാപാത്രം ചെയ്യാനാണ്? ലോകത്തുള്ള സകല വേഷവും ചെയ്തില്ലേ, ഇനി ചെയ്യാത്തത് എന്തെങ്കിലുമുണ്ടോ? ശരിയാണല്ലോ, ഞാൻ ഊമ ചെയ്തിട്ടില്ല, അത്തരത്തിലൊന്ന് ആലോചിക്ക് എന്നായി മമ്മൂട്ടി. മമ്മൂട്ടിയുടെ വാക്കിൻ്റെ പുറത്താണ് ബെന്നി പി നായരമ്പലം അണ്ണൻ തമ്പി ചെയ്യുന്നത്. ചിത്രത്തിൻ്റെ കഥ, തിരക്കഥ, സംഭാഷണം എന്നിവയെല്ലാം തയ്യാറാക്കിയത് ബെന്നി തന്നെ. സംവിധായകൻ അൻവർ റഷീദ്. രാഹുൽ രാജാണ് സംഗീത സംവിധാനം നിർവഹിച്ചത്. 2008 ചിത്രത്തിൻ്റെ റിലീസ്. അണ്ണൻ തമ്പിയിൽ ഡബിൾ റോളിലാണ് മമ്മൂട്ടി. ഇരട്ട സഹോദരന്മാർ, അപ്പു, അച്ചു എന്നീ പേരുകളുള്ള സഹോദരന്മാർ. ഇതിൽ അച്ചു ഊമയാണ്. ഇരുവരും തമ്മിലുള്ള തെറ്റിദ്ധാരണകളും സംഘർഷങ്ങളുമാണ് കഥയെ മുന്നോട്ട് നയിക്കുന്നത്. മമ്മൂട്ടിയുടെ കരിയറിലെ സൂപ്പർ ഹിറ്റുകളിലൊന്നായിരുന്നു അണ്ണൻ തമ്പി. മമ്മൂട്ടിയെ കൂടാതെ റായ് ലക്ഷ്മി, ഗോപിക, ലക്ഷ്മിപ്രിയ, ജനാർദ്ദനൻ, രാജൻ പി ദേവ്, സിദ്ദിഖ്, സുരാജ് വെഞ്ഞാറമൂട്, ഹരിശ്രീ അശോകൻ, സലീം കുമാർ, KPAC ലളിത, മണിയൻ പിള്ള രാജു, ഊർമിള ഉണ്ണി തുടങ്ങിയ വലിയൊരു താരനിരയാണ് ചിത്രത്തിന് വേണ്ടി അണിനിരുന്നത്.